മനസ്സിലാക്കേണ്ട പല നല്ല കമ്പനികളൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരോട് ആദ്യമേ പറയുന്നത് പോയി ഒരു 20 നോ കേട്ടിട്ട് വരാനാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവർ ട്രെയിനിങ് പോലും തുടങ്ങുന്നത്. ആദ്യം ഇറങ്ങി ഒരു 20 നോ കേട്ടിട്ട് പോവാം. അവരെ സംബന്ധിച്ച് നോ കേട്ട് തഴമ്പിച്ചേ പറ്റുള്ളൂ സെയിൽസിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ. ഒരു എൻ്റർപ്രണർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സ്കില്ലെന്ന് പറഞ്ഞാൽ സെയിൽസ് സ്കില്ലാണ്. ബാക്കി ധാരാളം സ്കില്ലുകൾ നമ്മളൊരു എൻ്റർപ്രണർ ആണ് വേണം. ഇൻഡിവിജ്വൽ പെർഫോമൻസിനൊന്നും വേണ്ട കേട്ടോ. പല എന്തുകൊണ്ടാണ് പല ആൾക്കാർ ധാരാളം കഴിവുള്ള ആൾക്കാർ ഇൻഡിവിജ്വൽ പെർഫോമൻസ് മാത്രം ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യണമെങ്കിൽ വേറെ കുറേ സ്കില്ലുകൾ നമ്മൾ ആർജിക്കേണ്ടി വരും. മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് കൺവിൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ സെയിൽസ് സ്കില്ല് ഉണ്ടാക്കേണ്ടി വരും. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ പീപ്പിൾ സ്കില്ല് ഉണ്ടാക്കേണ്ടി വരും, ലീഡർഷിപ്പ് സ്കില്ലുകൾ ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ കുറേ മാറ്റങ്ങൾ വേണ്ടി വരും നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ. ഒരു ഓവറോൾ ടോട്ടൽ നമ്മുടെ ഇതിനകത്ത് പേഴ്സണാലിറ്റി തന്നെ കുറേ ചേഞ്ച് ഉണ്ടാക്കേണ്ടി വരും മറ്റ് സ്കില്ലുകൾ എൻ്റർപ്രണർ ആവണമെങ്കിൽ.